തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിവാദ പരാമർശം നടത്തി ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനും ഗുരുവായൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ ബി. ഗോപാലകൃഷ്ണൻ. 48% ഹൈന്ദവ ജനസംഖ്യയുള്ള ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു എം.എൽ.എ ഇല്ലെന്നും ഇടതു വലതു പക്ഷങ്ങൾ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നില്ലെന്നുമാണ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ എന്തുകൊണ്ട് ഹിന്ദു എം.എൽ.എ ഉണ്ടായില്ല? കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ നടയിലേക്കുള്ള തന്റെ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ് എന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു. കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ നടയിലേക്കുള്ള എന്റെ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും കൈകളിലാണ്. ഒരു ഹിന്ദു എം.എൽ.എ ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു എം.എൽ.എ ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. കഴിഞ്ഞ അരനൂറ്റാണ്ടായി അമ്പലക്കൊള്ളക്കാരുടെ തടവറയിലായ ഗുരുവായൂരിന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗുരുവായൂരിനോട് തൊട്ടുചേർന്ന് കിടക്കുന്ന മലപ്പുറം ജില്ലയിലാവട്ടെ സംവരണ മണ്ഡലം ഒഴികെ ഒരിടത്തും വലതിനെ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയില്ല. ഗുരുവായൂരിന്റെ പവിത്രമായ ഭൂമിയിൽ നിന്ന് അമ്പലം കൊള്ളക്കാരെയും വർഗീയ മതരാഷ്ട്രവാദികളെയും ആട്ടിയോടിക്കാനുള്ള സമയമായെന്നും അതിനുള്ള നിയോഗം തനിക്കാണ് കിട്ടിയതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വീഡിയോയെക്കുറിച്ചുള്ള പ്രതികരണത്തിലും ഗുരുവായൂരിൽ ഹിന്ദു എം.എൽ.എ വരണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഗുരുവായൂർ വിരോധിയാണ് ഇവിടെ എം.എൽ.എ ആക്കിയിട്ടുള്ളത്. അമ്പല വിരോധികളെയാണ്, അമ്പല വിഴുങ്ങുകളെയാണ്, അമ്പല കൊള്ളക്കാരെയാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ എം.എൽ.എക്ക് ഗുരുവായൂരപ്പനോട് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ധൈര്യമുണ്ടോ? ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ വന്നിട്ട് ഇവിടുത്തെ എം.എൽ.എക്ക് ഈ ബിംബത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഗുരുവായൂരപ്പനെ വിശ്വസിക്കാത്തവർക്ക് ഗുരുവായൂരിൽ വോട്ടില്ല എന്ന് പറയാൻ ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ, അയ്യപ്പന്റെ ജനങ്ങൾ തയ്യാറാവണമെന്നാണ് എൻ.ഡി.എ പറയുന്നത്. ഒരു സംശയമില്ല.